ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയിലെ ഫേമസ് ആയിട്ടുള്ള മിസലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ മിസൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 സവാള എടുത്ത് ഒരു ഗ്രില്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ഗ്യാസിൽ അത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സവാളയുടെ കൂടെ നമ്മൾ ഒരല്പം കൊപ്ര, ഉണങ്ങിയ കൊപ്ര ഇല്ലേ, അതാണ് എടുത്തേക്കുന്നത്. അത് കൊപ്രയുടെ ഒരു പകുതി, ഒരു തേങ്ങയുടെ പകുതി കോപ്ര, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇത്രയുമാണ് കോപ്ര നമ്മൾ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ചുട്ടെടുക്കും. ഇന്ന് ആക്ച്വലി മിസൽ ഉണ്ടാക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഇന്ന് ശ്വേത എൻ്റെ മകൾ വരുന്നുണ്ട്. അപ്പം മകളും അവരുടെ കുട്ടികളും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ മിസലും അതിൻ്റെ കൂടെ പാൽപ്പായസവുമാണ്, സേമിയോ പായസമാണ് വെക്കുന്നത്. അപ്പോൾ ഈ മിസൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളപ്പിച്ച പയർ, ഇതിവിടെ കിട്ടുന്ന മട്ക്കി എന്ന് പറയുന്ന പയറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് പയറും മുളപ്പിച്ച പയർ എടുക്കാൻ പറ്റും, ഏത് ധാന്യങ്ങളും എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ മട്ക്കി 2 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. മിക്സായിട്ടുള്ള എന്തെങ്കിലും പയറുകളും വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഉള്ളി ഒന്നുകൂടെ ഒരു വശം വെന്തു, ഒന്നുകൂടെ നമ്മൾ അത് തിരിച്ചിട്ടു. ഇതിൻ്റെ കൂടെ നമ്മളൊരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക്. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 പിടി കൊത്തമല്ലി ഇല എടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കും. അപ്പം നമ്മൾ മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ 1 പിടി കപ്പലണ്ടിയും കൂടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചുട്ട ഉള്ളിയും അതുപോലെ കൊപ്രായും കൂടെ അരച്ചത് വേറെ എടുത്തിട്ടുണ്ട്. അതിന് കാല മസാല എന്നാണ് പറയുന്നത്. നല്ല ഉള്ളി നന്നായിട്ട് ചുട്ടെടുക്കും. ഇത് പക്ഷേ കൊപ്രായുടെ ഒരു നിറം കൊണ്ടാണ് നമ്മൾ വെളുത്ത പോലെ മസാല കാണുന്നത്. ഇത് പച്ച മസാല അരച്ചതാണ് കാണുന്നത്. നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു. ഇതിൽ എണ്ണ ഇത്തിരി കൂടുതലായിട്ട് വേണം. അതിലേക്ക് അരച്ചു വെച്ച പച്ച മസാല ഇട്ട് നന്നായിട്ട് അത് വഴറ്റി എണ്ണ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ അരച്ചു വെച്ച കൊപ്രായും അതുപോലെ തന്നെ ചുട്ട ഉള്ളിയും, ചുട്ട കൊപ്രായും ചുട്ട ഉള്ളിയും അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. ഇത് മൺചട്ടിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പച്ച മസാലയൊക്കെ വഴന്നു വന്നു. അപ്പം നമ്മൾ അതിലേക്ക് കൊപ്രായുടെയും ഉള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നമ്മൾ ചുട്ടതാണ്, എന്നാലും നന്നായിട്ടത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ മസാലകൾ ആഡ് ചെയ്യുകയാണ്. മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ടീസ്പൂണ് കാന്ത ലസൂൺ മസാല ഇട്ടു, 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ മസാല 1 ടീസ്പൂൺ ഇട്ടു. ഇത് കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മൾ മിസൽ മസാല എന്ന് പറഞ്ഞ് റെഡിമെയ്ഡായിട്ട് കിട്ടും. അത് 1 ടേബിൾ സ്പൂണ് ആഡ് ചെയ്യും ലാസ്റ്റിൽ, ഇതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട്. മസാല ആഡ് ചെയ്യുകയാണ്. ഇത്തിരി വെജിറ്റബിൾ മസാലയാണ് ആഡ് ചെയ്തത്.
ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ഇത് നന്നായിട്ട് വഴന്നു വരണം. നമ്മുടെ മസാലയൊക്കെ വഴന്നു വന്നപ്പോൾ നമ്മൾ ആക്ച്വലി ഈ മസാല അരച്ച മിക്സർ കഴുകിയ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്തു. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യും, കാരണം ഇത് നല്ല ഒരു വെള്ളക്കറിയാണ്, വെള്ളം കൂടുതലായിട്ട് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു മഹാരാഷ്ട്രയിലെ ഒരു സ്ട്രീറ്റ് ഫുഡെന്ന് വേണമെങ്കിലും നമുക്കിതിനെ പറയാൻ പറ്റും. കോലാപ്പൂരിലൊക്കെ ഇത് കൂടുതലുണ്ട്. കോലാപ്പൂരി മിസൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അപ്പം ഇത്തിരി വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇതിൽ ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇതിൽ ഞാൻ 2 ടൊമാറ്റോ കൂടെ പ്യൂരി കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ്. നമ്മൾ മസാല വഴറ്റിയപ്പം വേണ്ടാത്ത ഇത് ആക്ച്വലി ഇത് കഴിക്കുമ്പോൾ നമ്മൾ നാരങ്ങ ഒരു കട്ട് ചെയ്ത് വെച്ചേക്കും, അത് ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. നമ്മൾ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൽ വേവിച്ച് വെച്ചിരുന്ന പയർ അത് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. ലാസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ അല്പം മിസലിൻ്റെ 1 ടേബിൾ സ്പൂൺ മിസലിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുത്തു. ഇന്നത്തെ കുക്ക് രുദ്രാണിയാണ്, ഇത് രുദ്രാണിയുടെ കുക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് പാവ്. ഈ പാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബണ്ണാണ്, അധികം മധുരം ഇല്ലാത്ത ബണ്ണാണ്, അതിന് പാവെന്ന് പറയും. ഇവിടെ നാട്ടിലെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ പാവാണ് വടയുടെ കൂടെ കഴിക്കുന്നത്. വടാപ്പാവെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതേ പാവാണ് കഴിക്കുന്നത്. അത് ഞാൻ ഇപ്പം ബേക്കറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിസൽ നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് നമ്മൾ കൊത്തമല്ലി ഇല ആഡ് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് വെച്ചിരുന്ന് കൊത്തമല്ലി ഇല ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയും ഇത് ആക്ച്വലി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ബൗളിനകത്ത് നമ്മൾ മിക്സ്ചർ അല്ലെങ്കിൽ ഫർസാൻ ഇട്ടിട്ട് അതിലേക്ക് ഈ പയറുകടി കോരി ഒഴിച്ചിട്ട് അത് നമ്മൾ ഈ പാവിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ് ആക്ച്വലി. പക്ഷേ ഇതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് പപ്പടമോ ഒക്കെ ഇടാം. ഇതാണ് ഫർസാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ടിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഉള്ളി കട്ട് ചെയ്തത് അതിൻ്റെ മുകളിലിട്ട് കഴിക്കാം. ഇന്നും ഈ ചോറും ചപ്പാത്തിയും കഴിക്കുമ്പോൾ ഇന്നൊരു സെപ്പറേറ്റ് ഐറ്റം ആട്ടെന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഫുഡാണ്, ഉണ്ടാക്കി നോക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയിക്കണം. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.